നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവഹിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡിസംബർ 21 വേൾഡ് മെഡിറ്റേഷൻ ഡേ ആണ്. എല്ലാവരും രാത്രി 8 മണിക്ക് തീർച്ചയായിട്ടും ഈ വേൾഡ് മെഡിറ്റേഷൻ ഡേയിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തിലാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ചിന്തകളിൽ നിന്നും അകന്ന് യഥാർത്ഥമായിട്ട് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് സ്നേഹത്തിൻ്റെ ഫൗണ്ടേഷനിൽ എത്തിച്ചേരുന്നു. ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റം മാസ്റ്റർ നൽകുന്ന പ്രാണാഹുതി കാരണം ഇത് വളരെ വളരെ എളുപ്പമാക്കുന്നു. ആദി ബാലൻസ്ഡ് സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ആഴത്തുള്ള ധ്യാനം നമുക്ക് വളരെയധികം ശാന്തി നൽകുന്നത്. ബാലൻസ്ഡ് സ്റ്റേറ്റാണ്. ഈ ബാലൻസ്ഡ് സ്റ്റേറ്റ് നമുക്ക് ഒരു തവണ ലഭിച്ചാൽ സംതൃപ്തിപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മളത് രേഖപ്പെടുത്തണം. ദാജി പറയുന്നുണ്ട്, ദിസ് വാസ് ദ ബെസ്റ്റ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ് എന്നുള്ളത് ഡയറിയിൽ എഴുതി വയ്ക്കണം. എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിൽ കോളിളക്കങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും ഇതെടുത്ത് വായിക്കുക. ഇതാണ് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം. റീകളക്ട് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക. തീർച്ചയായിട്ടും അത് നഷ്ടപ്പെടില്ല. കാരണം അതാണ് നമ്മുടെ ബേസ്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മളെ ശ്രദ്ധ എപ്പോഴും പുറമേക്ക് തിരിഞ്ഞിരിക്കുന്നു. മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ട് സ്നേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ്. നമ്മൾ വായിക്കുന്ന ചരിത്രം എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളുടെ ചരിത്രം, ഡിവിഷൻസിൻ്റെ ചരിത്രം, അതിൻ്റെ ഇടയിലിടയിൽ ചില മാസ്റ്റേഴ്സിൻ്റെ കഥകൾ വളരെ ബ്രീഫായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ ജീവിച്ച ജീവിതം,
അതിൻ്റെ സന്ദേശം സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ വേറൊരു തലത്തിലെത്തിപ്പോയനെ. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ സ്വർഗരാജ്യം, ആ കോൺസെപ്റ്റ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കൂ, ഭൗതികമായിട്ട് ഒരു തരത്തിലും സന്തോഷം അനുഭവിക്കാത്ത ഒരു ജീവിതമാണ്. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ വാഴ്ത്തുന്നു, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനായാലും ഗൗതമ ബുദ്ധനായാലും മഹാവീരനായാലും ഗുരുനാനക്കായാലും. അവർ പേഴ്സണലായിട്ട് ജീവിതത്തിൽ ഈ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എന്താണ് അവർ അനുഭവിച്ചത്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ, എല്ലാവരുടെയും പേരിൽ ഇപ്പോൾ മിഷൻസ് ഉണ്ട്, ആശ്രമങ്ങളുണ്ട്, പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്, നമ്മൾ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും ആൾക്കാർ കൂടിയിട്ട് അതിൽ നിന്നും എത്ര മെറ്റീരിയൽ ബെനിഫിറ്റ് നേടാൻ സാധിക്കും എന്നുള്ള കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഈശ്വരനാണ് ഏറ്റവും വലിയ എംപ്ലോയർ എന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും അധികം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു. അപ്പോൾ ശരിക്കുള്ള ചരിത്രം അവരുടെ ജീവചരിത്രമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നമ്മളുടെ ജീവിതത്തിലുള്ള ഈ തരത്തിലുള്ള ചെറിയ സ്നേഹത്തിൻ്റെ അവസരങ്ങളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം, അത് ആഘോഷിക്കണം. അങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കറക്റ്റീവ് ആക്ഷൻസ് മാത്രമേ ഉള്ളൂ. പണിഷ്മെൻറ്റ്സ് ഉണ്ട്, ജയിലുകളുണ്ട്, പോലീസുണ്ട്, അങ്ങനെ പോകരുത് എന്ന് പറയാൻ. പക്ഷെ എന്താണ് ചെയ്യേണ്ടത്, എന്തിനുകൊണ്ടാണ് നമ്മൾ നേരെ ആവേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തന്നവർ വളരെ കുറവ്. എന്തുകൊണ്ടാണ് സത്യം പറയുന്നത്? സത്യം പറഞ്ഞ് ജീവിക്കാൻ ഈ ലോകത്ത് ജീവിച്ചാൽ ഒരു കാര്യമില്ല എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവരും സ്നേഹിച്ചു കഴിഞ്ഞാൽ തകർന്നു പോകും എന്നാണ് പറയുന്നത്. നീ ഇങ്ങനെ ഒരു നിർഗുണ പരബ്രഹ്മമായിട്ട് ജീവിച്ചോ, എല്ലാവരും നിന്നെ പറ്റിക്കും, ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ രാമൻ്റെയും രാവണൻ്റെയും ചരിത്രം പഠിക്കുമ്പോൾ രാമനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ രാമനാവാൻ ആഗ്രഹിക്കുന്നില്ല, ജീവിതത്തിൽ നമ്മൾ മഹാത്മാഗാന്ധിജി ആവാൻ ആഗ്രഹിക്കുന്നില്ല, ജീവിതത്തിൽ നമ്മൾ ജീസസ് ക്രൈസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നില്ല, ജീവിതത്തിലൊരു ഗൗതം ബുദ്ധനോ സ്വാമി വിവേകാനന്ദനോ ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സഹജമാർഗത്തിലെ മാസ്റ്റേഴ്സ് ജീവിതം നോക്കൂ, ലാലാജി മഹാരാജ്, ബാബുജി മഹാരാജ്, ചാരുജി മഹാരാജ്, ഇപ്പോൾ ദാജി. അവരുടെ ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോൾ ദാജിയെ നോക്കൂ. അദ്ദേഹം കാനയിൽ എന്തിനിങ്ങനെ ജീവിക്കുന്നു? എന്താണ് അതിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത്? എന്താണ് ആ ജീവിതത്തിൻ്റെ രഹസ്യം? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്, ഇതിനാണ് നമ്മൾ മാസ്റ്റേഴ്സിനെ കാണേണ്ടത്. അപ്പോൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മുടെ മാസ്റ്റേഴ്സിൻ്റെ ലൈഫ്സ് ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. നമ്മൾ സരാത്തുഷ്ട്ര എന്ന് കേട്ടിട്ടുണ്ട്. ആരാ സരാത്തുഷ്ട്ര അറിയില്ല. എത്രയോ മാസ്റ്റേഴ്സ് ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ, എത്രയോ പ്രാവശ്യം ഇവിടെ വന്നു പോയിട്ടുണ്ട്. നമ്മളത് വായിക്കുന്നു, മറക്കുന്നു. സ്കൂളുകളിൽ അതിനെപ്പറ്റി ഡിസ്കഷൻസ് ഉണ്ടാവാറില്ല. ഒരു ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. എനിക്ക് ഓർമ്മ പണ്ട് തീർത്ഥങ്കർ എന്നൊരു ചോദ്യം സ്കൂളിൽ ചോദിച്ചു. എനിക്ക് തീർത്ഥങ്കർ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. അതാണ് നമ്മുടെ ലെവല്. ആ ചരിത്രമല്ലേ നമ്മൾ പഠിക്കേണ്ടത്, ആ ചരിത്രങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ശരിക്കുള്ള ബേസ് ആവേണ്ടത്. കാരണം അതാണ് നമ്മുടെ ശരിക്കുള്ള അസ്തിത്വം. ഈ കാണുന്ന മാറ്റങ്ങളുടെ ലോകം ടെമ്പററിയാണ് നമ്മൾ പറയുന്നു. ടെമ്പററി ആയിട്ടുള്ള ലോകത്തിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാതെ പെർമനൻ്റ് ആയിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ കൊണ്ടുവരണ്ടേ? അവിടെയാണ് ഹാർട്ട്ഫുൾനെസ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ അനുഭവിക്കണം, ധ്യാനത്തിലൂടെ അനുഭവിക്കണം. ധ്യാനാവസ്ഥ ജീവിതത്തിൽ കൊണ്ടുവരണം. കമ്പാഷൻ, സത്യസന്ധത, ഇത് ഈ മൂല്യങ്ങൾ ജീവിതത്തിൽ അവതരിപ്പിക്കാൻ നമുക്കുണ്ടാവുന്ന ഉള്ളിലുള്ള ആ ആനന്ദം എന്താണ്, അത് എങ്ങനെയാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക? ഇതൊക്കെ നാച്ചുറലാണ്. ഇതൊരു ഫാഷനായിട്ട് മാറണം. എങ്കിൽ മാത്രമേ ലോകത്തിൽ മാറ്റങ്ങൾ വരുള്ളൂ. നമ്മൾ ഇതൊരു താൽക്കാലികമായിട്ടുള്ള കാര്യം എടുത്ത് മെഡിറ്റേഷൻ ചെയ്യണം, സമാധാനം കിട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ ജോലി ചെയ്യാം. ചിലരുണ്ട്, എനിക്ക് സമാധാനം കിട്ടി, എനിക്ക് മെഡിറ്റേഷൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. ബാബുജി മഹാരാജ് പറയുന്നത്, ഞാൻ സങ്കടത്തോട് പറയാണ്, നമ്മൾ നമ്മുടെ ക്ഷേത്രങ്ങളും പള്ളികളൊക്കെ ടോയ്ലറ്റ് പോലെയാണ് ഉപയോഗിക്കുന്നതെന്ന്. കാരണം വിഷമം വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ടോയ്ലറ്റ്, പിന്നെ നമ്മൾ മറന്നു പോകുന്നു. എപ്പോഴും ക്ഷേത്രത്തിൽ പോയിരിക്കണം എന്നല്ല, നമ്മൾ ആ ഒരു പ്രിൻസിപ്പിൾ ഇംബൈബ് ചെയ്തിട്ട് ഈ ജീവിതമാണ് നമ്മൾ ജീവിതത്തിൽ ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുള്ളൂ. നമ്മൾ ലോകത്തിൽ മാറ്റം വേണം എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റം കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാണോ?
നമ്മുടെ ഫാമിലീസ് നമ്മളെ മാറ്റം കൊണ്ടുവരാൻ തയ്യാറാണോ? വാല്യൂസിന് ഊന്നൽ നൽകി ആ ജീവിതം ജീവിക്കാൻ നമ്മൾ തയ്യാറാണോ? ഇതാണ് ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആൻസർ. അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ ഒരു സംശയമില്ല, ഈ പറയുന്ന യൂണിവേഴ്സൽ ഹാർമണി അതിവേഗം തന്നെ ഇവിടെ രൂപീകരിക്കപ്പെടും. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരുന്ന ഉറപ്പ് വരുത്താം. നമ്മളോട് തന്നെ ഒരു എന്താ പറയുക, ഒരു സത്യം ഒരു പ്രോമിസ് ചെയ്യാം, ഞങ്ങൾ ഈ തരത്തിൽ ജീവിതം ജീവിക്കുമെന്ന പ്രോമിസ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.